വീടും പരിസരവും വൃത്തിയാക്കൂ, കൊതുകിന്റെ താവളങ്ങൾ നശിപ്പിക്കൂ, മാരക രോഗങ്ങളോട് വിട പറയൂ, വീണ്ടും ഒരു ദുരന്തമൊഴിവാക്കൂ. നാടിനെ നമ്മുടെ വീടായി കരുതണം, വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കണം. രോഗം പരത്താത്ത മണ്ണിന്റെ മാറിലെ ആരോഗ്യമോടെ ജനങ്ങൾ വാഴൂ. എന്റെ കേരളം മാലിന്യമുക്തം. മാലിന്യമുക്തമായ ഒരു കേരളം ലക്ഷ്യമെങ്കിൽ വ്യക്തി ശുചിത്വം പോലെ സാമൂഹിക ശുചിത്വവും പാലിക്കണം. മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. എന്റെ കേരളം മാലിന്യമുക്തം. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഈ മത്സരവേദിയിൽ അടുത്തതായി നമ്മളോടൊപ്പം ചേരുന്നു കണ്ണൂർ ജില്ലയിലെ കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത്. ഈ ഗ്രാമപഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് നമ്മളോടൊപ്പം ചേരുന്നു പ്രസിഡന്റ് ശ്രീമതി PV വത്സല, ശ്രീ KP കണ്ണൻ, ശ്രീ മധുസൂദനൻ, ശ്രീമതി ഗൗരി, ശ്രീമതി ലിസി. പഞ്ചായത്ത് പ്രസിഡന്റിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഈ യാത്രയിൽ വിധികർത്താക്കളായി ഇന്ന് നമ്മളോടൊപ്പം ഡോക്ടർ RVG മേനോൻ, ഡോക്ടർ വിനീത മേനോൻ, മിസ് നിർമ്മല സാനു, മിസ്റ്റർ ഹേലി, കൂടാതെ നമ്മുടെ പ്രിയതാരം പത്മപ്രിയയും. എനിക്ക് തോന്നുന്നു വളരെ അടുത്ത കാലത്ത് ഈ ശിലാലിഖിതങ്ങളൊക്കെ കണ്ടെടുത്തത് കണ്ണൂർ ജില്ലയിലെ കാങ്കോലിൽ തന്നെ അല്ലേ? അതെ അതെ. പിന്നെ മറ്റെന്തൊക്കെയാണ് ഗ്രാമവിശേഷങ്ങൾ ഇവരോട് പറയാനുള്ളത്? കണ്ണൂർ ജില്ലയിലെ കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തെ ഉയർത്തി കൊണ്ടുവരുന്നതിന് വേണ്ടി നേതൃത്വം വഹിച്ച കർഷക പോരാട്ടങ്ങളുടെ ഒരു വിപ്ലവ ഭൂമിയാണ്. പഞ്ചായത്ത് രൂപീകൃതമായ വർഷം തന്നെ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ MVM കുഞ്ഞുവിഷ്ണു നമ്പീശൻ ഞങ്ങളുടെ പഞ്ചായത്തിലെ ജനങ്ങളെ മൊത്തം വികസനത്തിൽ അണിനിരത്തിയതിനുള്ള, ജനകീയ കൂട്ടായ്മ വളർത്തിയതിനുള്ള ഏറ്റവും നല്ല പഞ്ചായത്തിനുള്ള ദേശീയ അവാർഡ് നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൽ നിന്നും ഏറ്റുവാങ്ങിയ പഞ്ചായത്താണ്. അപ്പോൾ നമുക്ക് ഈ പഞ്ചായത്തിന്റെ കാഴ്ചകൾ കാണാം. എന്ത് ഭംഗിയല്ലേ! ഇതാണ് കാങ്കോൽ പഞ്ചായത്തിലെ ഹരിതീർത്ഥക്കര വെള്ളച്ചാട്ടം. ഇവിടുത്തെ വെള്ളം ഉപയോഗിച്ച് പഞ്ചായത്തിലെ 2, 3, 5 വാർഡുകളിലേക്ക് ഉള്ളൊരു കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. മാത്രമല്ല ഹരിതീർത്ഥക്കര വെള്ളച്ചാട്ടത്തിൽ നിന്നും 3 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു മിനി ജലവൈദ്യുത പ്രോജക്ടിന്റെ പ്രാരംഭ നടപടികളും പഞ്ചായത്ത് പൂർത്തിയാക്കി കഴിഞ്ഞു. കുന്നുകളും താഴ്വരകളും ചെരുവുകളും സമതലങ്ങളും വയലുകളും ഇടചേർന്ന് പ്രകൃതി രമണീയമായ പ്രദേശമാണ് കാങ്കോൽ ആലപ്പടമ്പ. ചരിത്രകാരന്മാരുടെ അഭിപ്രായം ഇത് പൂർവ്വശിലായുഗത്തിലെ ചില ശിലാലിഖിതങ്ങളാണെന്നാണ്. കാങ്കോൽ പഞ്ചായത്തിലെ ഏറ്റുകുടുക്കയിലാണ് ഈ ശിലാലിഖിതങ്ങൾ കണ്ടെത്തിയത്. ഈ സ്ഥലം പുരാവസ്തു ഗവേഷണ വകുപ്പ് ഏറ്റെടുക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. നല്ല തണുപ്പാണ് ഇവിടെ. പുറത്തെ പൊരിവെയിലത്തും ഇതിനുള്ളിൽ എപ്പോഴും നല്ല തണുപ്പാണ്. ഇതുപോലെ ജൈവ വൈവിധ്യം കൊണ്ട് സമ്പന്നമായ നിരവധി കാവുകൾ ഈ പഞ്ചായത്തിലുണ്ട്. ദേവിയോട്ട് കാവ്, കാശിപുരം കാവ്, കൊങ്ങിണിച്ചാൻ കാവ് എന്നിങ്ങനെ നിരവധി കാവുകൾ. ഇത് പൂളന്താറ്റൽ കാവാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്.
ഈ കാവ് പഞ്ചായത്ത് തന്നെ നേരിട്ട് സംരക്ഷിക്കുന്ന കാവാണ്. ഇനി നമ്മുടെ വികസനത്തിന്റെ കാര്യം പറയുമ്പോൾ എന്താണ് വികസനത്തിന്റെ കാര്യം ലോകത്തോട് പറയാനുള്ളത്? വികസനത്തിൻ്റെ കാര്യത്തിൽ ഉൽപാദന മേഖലയ്ക്കാണ് ഞങ്ങളുടെ പഞ്ചായത്ത് ഏറെ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ശുചിത്വ പ്രവർത്തനങ്ങൾക്കും അതുപോലെ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിനു വേണ്ടി വിവിധ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങി ഞങ്ങളുടെ ജനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഏറെ ആസൂത്രണം ചെയ്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം സ്കൂൾ കുട്ടികൾക്ക് കോച്ചിങ് ക്യാമ്പുകൾ കൊടുത്തുകൊണ്ട് കായിക വിദ്യാഭ്യാസത്തിനുള്ള പദ്ധതികളും ആസൂത്രണം ചെയ്ത് ഗ്രാമപഞ്ചായത്ത് വരുന്നു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ സമഗ്ര വികസനമാണ് ലക്ഷ്യമാക്കുന്നത്. എന്താണെങ്കിലും എന്റെ സഹപ്രവർത്തകയായ ജിഷ അവിടെ ഇങ്ങനെ ചുറ്റി നടക്കുന്നുണ്ട്. പുള്ളിക്കാരി എന്താ പറയുന്നത് നോക്കാം. നിലവിലുള്ള കൃഷിയിടങ്ങളുടെ സാധ്യതകൾ പരമാവധി ചൂഷണം ചെയ്തുകൊണ്ട് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് അവരുടെ പദ്ധതികൾ ആവിഷ്കരിച്ചത്. നെൽകൃഷി രംഗത്ത് പരമാവധി ഉൽപാദനക്ഷമത ഉറപ്പുവരുത്തുക എന്നതിനായിരുന്നു പ്രഥമ പരിഗണന. ഇത് കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ ചോനോംകണ്ടം പാടശേഖരം. ഇവിടെ 100 ഏക്കറോളം പാടശേഖരത്തിൽ 150ഓളം കർഷകർ നെൽകൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഈ പാടശേഖരത്തിലേക്ക് മാത്രം കഴിഞ്ഞ വർഷം പഞ്ചായത്ത് ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിലൂടെയും ജനകീയ ആസൂത്രണ പദ്ധതിയിലൂടെയും 2 ലക്ഷത്തോളം രൂപയുടെ വിവിധ ആനുകൂല്യങ്ങൾ കർഷകർക്ക് നൽകിയിട്ടുണ്ട്. കടലപ്പിണ്ണാക്ക്, രാസവളം, മറ്റ് കൃഷിയെ എല്ലാ ഭൗതിക സാഹചര്യവും പഞ്ചായത്ത് ഒരുക്കി തരുന്നുണ്ട്. ഭൗതിക സാഹചര്യം എന്ന് പറയുമ്പോൾ പിന്നെ യന്ത്രം, പിന്നെ ഈ ടില്ലറ്, പിന്നെ മരുന്നടിക്കേണ്ട സ്പ്രേയർ അതെല്ലാം ചെയ്തു തരുന്നുണ്ട്. പിന്നെ ഉൽപാദന ബോണസായിട്ട് കിട്ടുന്നുണ്ട്. ടില്ലർ കിട്ടിയിട്ടുണ്ട്. ടില്ലർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു മോട്ടർ ഉണ്ട്. പിന്നെ അങ്ങനെ ഇപ്പം പാറ്റ് യന്ത്രം കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞില്ല. ഇത്തരം ഇടപെടലുകളിലൂടെ നെൽകൃഷി രംഗത്ത് ഉൽപാദനക്ഷമത 5 വർഷം മുൻപ് ഹെക്ടറിന് 2200 കിലോഗ്രാം ആയിരുന്നത് ഹെക്ടറിന് 3500 കിലോഗ്രാം ആയി ഉയർത്താൻ സാധിച്ചു. 2006-ൽ 220 ഹെക്ടർ മാത്രമായിരുന്ന നെൽകൃഷി 550 ഹെക്ടറാക്കി വർദ്ധിപ്പിക്കാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. ഞാനിപ്പോ കൊയ്യാനൊക്കെ പഠിച്ചു കഴിഞ്ഞോ. ഇനിയിപ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ടാവും ബാക്കി നമുക്ക് പരിപാടികളൊക്കെ അല്ലേ. പഞ്ചായത്തിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ 25,000-ഓളം വാഴക്കന്നുകൾ ഇവിടെ വനിതകൾക്ക് വേണ്ടിയിട്ട് വിതരണം ചെയ്തിട്ടുണ്ടെന്നാണ്. പക്ഷേ അത്ര വലിയ വാഴത്തോട്ടങ്ങളൊന്നും ഞാനിവിടെ കണ്ടില്ല. പിന്നീട് തിരക്കിയപ്പോഴാണ് അറിയുന്നത് ഈ വാഴക്കന്നുകളൊക്കെ വീടുകളിലെ അടുക്കള തോട്ടങ്ങളിലേക്കാണ് വിതരണം ചെയ്തിരിക്കുന്നതെന്ന്. ഇത്തരം 450ഓളം വീടുകളാണ് ഈ പദ്ധതിയുടെ ഉപഭോക്താക്കൾ. ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന വനിതകളുടെ വീട്ടുവളപ്പിലെ നേന്ത്രവാഴ കൃഷി പദ്ധതിയിൽ 450 യൂണിറ്റുകളുണ്ട്. എത്ര വാഴകളുണ്ട് ഇവിടെ? ഇത്രയും. ഓരോ യൂണിറ്റിനും സ്ഥല സൗകര്യം അനുസരിച്ച് 40 വാഴകൾ വരെ നൽകിയിട്ടുണ്ട്. ഇവിടെ എത്ര വാഴയുണ്ട്? 25 വാഴയുണ്ട്. ചിലയിടങ്ങളിൽ സ്ത്രീകൾ 2-3 യൂണിറ്റുകൾ ഒരേ സ്ഥലത്ത് തന്നെ കൃഷി ചെയ്യുന്നുമുണ്ട്. ഇവിടെ കുറെ അധികം വാഴയുണ്ടെന്ന് തോന്നുന്നു. ചേച്ചി ഇവിടെ എത്ര വാഴയുണ്ട്? 200 വാഴയുണ്ട്. 200 നിങ്ങൾ എത്ര പേര് ചേർന്നിട്ടാ ചെയ്യണേ? നമ്മൾ ഇവിടെ ഇപ്പൊ 3 ആൾക്കാർ ചേർന്നിട്ടാണ് ചെയ്യുന്നത്. ചേച്ചി വിത്തൊക്കെ എവിടെ കിട്ടിയേ? കന്ന് നമുക്ക് പിന്നെ കൃഷിഭവനിന്ന് സൗജന്യമായിട്ട് തരുന്നതാണ്. ഇങ്ങനെ വിതരണം ചെയ്ത 25,000 വാഴകളിൽ 20,000-ഓളമെങ്കിലും അതിജീവിക്കുമെന്നാണ് പഞ്ചായത്ത് പ്രതീക്ഷിക്കുന്നത്. അതിൽ നിന്നുള്ള വരുമാനം പ്രതീക്ഷിക്കുന്നത് 50 ലക്ഷം രൂപ വരെയാണ്. ഇതേ രീതിയിൽ തന്നെ വനിതകളുടെ പച്ചക്കറി കൃഷിയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈ പദ്ധതിയിലൂടെ ഓരോ വർഷവും ശരാശരി 10 ഹെക്ടർ സ്ഥലത്ത് പച്ചക്കറി കൃഷി നടക്കുന്നു. ഇത് കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലെ ജൈവ പച്ചക്കറി ഗ്രാമം പദ്ധതിയുടെ ഭാഗമായുള്ള പച്ചക്കറി തോട്ടമാണ്. 5 ഹെക്ടറോളം സ്ഥലത്ത് ഇവിടെ വിവിധ പച്ചക്കറികൾ കൃഷി ചെയ്തു പോരുന്നു. ഇതിന്റെ ഒരു പ്രത്യേകത ഇവിടെ ജൈവ കീടനാശിനികളും ജൈവ വളങ്ങളും മാത്രം ഉപയോഗിച്ചാണ് കൃഷി നടക്കുന്നത്. പക്ഷേ ഇതിന്റെ അറ്റം കാണണമെങ്കിൽ നമുക്ക് സൈക്കിളിൽ തന്നെ പോകേണ്ടി വരും. പഞ്ചായത്ത് തലത്തിൽ ജൈവ പച്ചക്കറി ഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നതിനു വേണ്ടി കർഷകരുടെ ഒരു സമിതി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്.
ഇവിടെ 22 പേർ സമിതിയിൽ അംഗങ്ങളായുണ്ട്.